ഇപ്പൊ എന്താ വരാച്ച വെച്ച് നോക്കിയിരിക്കുന്നേ. അല്ല, എന്താ ഇപ്പൊ ഈ കോലം അടിച്ചു കൊടുത്തിട്ട്? അയ്യേ, ഭയങ്കര മോശമായിട്ടുണ്ട്. അവിടെ നിറയെ നല്ല നല്ല ഭക്ഷണം കിട്ടുന്ന വെച്ചിട്ട് ഇങ്ങനെ കഴിക്കണ്ടാവില്ല ഇരുന്നിട്ട്. എന്തായാലും ആ കേറിയിരിക്കെ. എന്താ കവറില്ലേ? ഇതൊരു സാരിയാ. ഇതൊരു 10,000 രൂപ ഉണ്ടാവില്ലേ? അല്ല, അതിനേക്കാളും കുറഞ്ഞത് എനിക്ക് കൊണ്ടില്ല പറയാ. ഒരു 2-3 കൂടെ കൊണ്ടുപോയി. ഇപ്പൊ ഇവിടുന്ന് എടുക്കാലോ. ഒക്കെ നിറയെ നല്ല നല്ല കടകൾ വന്നിട്ടുണ്ട്, അവിടെ പോയിട്ട് എടുത്താലും മതി. അല്ല, അമ്മാവൻ ഇതാ. അത് പിന്നെ രാവിലെ മുതൽ ഇപ്പൊ നീ വരും പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ തുള്ളിച്ചാടി കിടക്കേണ്ടിയിരുന്നു. അപ്പൊ ഇപ്പൊ അങ്ങോട്ട് കിടന്നപ്പോ അങ്ങ് മയങ്ങിയതാ. ദേ, അതിന് വന്നിട്ടേ നീക്കി. ഏതായാലും ഇറങ്ങി പോവാൻ പറ. അവിടെ ഇവിടെ വന്നിക്കണം. ഞാനും സമ്മതിക്കില്ല. ഇങ്ങനെ കൊണ്ട് അത് ഇങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ വെറുതെ വരാൻ പറയേ. എന്നാ നിനക്ക് കുടിക്കാൻ ഞാനിപ്പോ നാരങ്ങ വെള്ളം എടുക്കട്ടെ? അല്ല, ഇവിടെ നാരങ്ങയില്ലേ. എന്നാ ചായ എടുക്കാം. ചായ എടുക്കണമെങ്കിൽ പാലും ഇവിടെ സ്ട്രോങ് ചായ. ഉറക്കത്തിലേ. എന്നാ പിന്നെ കട്ട എടുക്കാച്ചാല് ഗൾഫിലൊക്കെ പോയി വലിയ ആളായിട്ട് ഇപ്പൊ കട്ടനൊക്കെ കുടിക്കുകയോ? അല്ല, വേണ്ട, ഞാൻ കുടിച്ചിട്ടാ. അതെയാ, കുടിച്ചിട്ടാ വന്ന്. ശരി എന്നാ. പിന്നെ മാളുവിന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് അടുത്ത കൊല്ലത്തേക്കാണ്. എന്റെ അച്ഛൻ. ഞങ്ങൾ തമ്മിൽ എത്ര അടുത്ത ബന്ധാന്നറിയോ? പറഞ്ഞു വരുമ്പോ എന്റെ അമ്മയുടെ അച്ഛന്റെ കുഞ്ഞമ്മയുടെ അമ്മായിയുടെ ഭർത്താവിന്റെ ചെറിയമ്മയുടെ മോളുടെ മോന്റെ അനന്തരനായിട്ട് വരും നിന്റെ അമ്മാവൻ. അല്ല, നിന്റെ അച്ഛൻ. പിന്നെ ഭയങ്കര അടുത്ത ബന്ധാണത്. എന്നിട്ട് ഇത്ര അടുത്ത ബന്ധമായിട്ട് എന്റെ മോള് മഞ്ജുവിന്റെ കല്യാണത്തിന്റെ അച്ഛൻ എന്താ തന്നു അറിയോ? വെറും 3 പവൻ. ഇങ്ങനെയൊക്കെ കാണിക്കും മനുഷ്യന്മാര്. പക്ഷെ എനിക്കറിയാം നീ അങ്ങനെയൊന്നും ചെയ്യില്ല. നല്ല സ്നേഹമുള്ള ആളാ. അതുകൊണ്ട് ഒരു 5-6 പവനെങ്കിലും. ഇപ്പൊ വില ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ട് അധികമൊന്നും വേണ്ട. ഒരു 5-6 പവനെങ്കിലും തരുമെന്ന് എനിക്കറിയാം. പിന്നെ അവർക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കണത് ഒരു 10, 50 അല്ലെങ്കിൽ 60 പവൻ കൊടുക്കണ്ടേ? പാകം ഉണ്ടായിട്ടൊന്നുമല്ല. മൊത്തം കടമാണേ. പിന്നെ ഒരു 10-15 ഏക്കർ സ്ഥലമുണ്ട്, അതിന് കുറച്ച് കൃഷി. അതുകൊണ്ട് ഇപ്പൊ എന്താവാനാ? ഇങ്ങനെങ്കിലൊക്കെ നടത്തണം. എനിക്ക് പിന്നെ ഗൾഫിൽ സ്വർണം വാങ്ങിക്കാനൊക്കെ ഇപ്പൊ എന്താ പാടുള്ളത്? അവിടെ ഭയങ്കര എളുപ്പത്തില് കുറച്ച് പൈസക്ക് സ്വർണം കിട്ടുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് 5-6 പവൻ തരണത്, അമ്മായിക്ക് തരണത് ഇത്ര കുറച്ചിലായിട്ട് തോന്നുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4-5 പവൻ കൂടുതൽ എടുത്തോ. നമ്മളെ പോലെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ പെട്ടിപൊട്ടിക്കലൊക്കെ കഴിഞ്ഞാ സാധനങ്ങളൊക്കെ എല്ലാവർക്കും എടുത്തു കൊടുക്കാൻ നിൽക്കണ്ട. അമ്മായിക്ക് പിന്നെ എല്ലാം നീ നല്ല കൂടുതൽ തന്നെ കൊണ്ടുവന്നിണ്ടാവും അറിയാം. സ്പ്രേയും ടൈഗർ പാമ്പും വേണ്ട, ഇവിടെ നിറയിരിക്കുന്നുണ്ട്. പൗഡർ, സോപ്പ്, പിന്നെന്താ ബദാം, മറ്റേ പിസ്ത ഒക്കെ കൊണ്ടുവന്നിണ്ടാവുമല്ലോ. കൂടുതൽ കൊണ്ടുവന്നിണ്ടാവും അറിയാം. അപ്പൊ നമ്മ കാര്യം ചെയ്യാം. ഞാനേ കുറച്ചായിട്ട് അങ്ങോട്ട് വരാം. വന്നിട്ടൊക്കെ എടുത്തിട്ട് വരാം. ഇപ്പൊ ഇതൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് വരാൻ ബുദ്ധിമുട്ടാവില്ലേ? അപ്പൊ ഞാനതൊക്കെ എടുക്കാൻ വേണ്ടി വരാം. എന്നാ പിന്നെ ഞാനങ്ങോട്ട് അതെയാ, ഇറങ്ങാണ്. എന്നാ ശരി. എന്നാല് കട്ടൻ ചായ ഇപ്പൊ സ്വർണത്തിന്റെ. പിന്നെ അമ്മായി, ഞാനിപ്പോ ഗൾഫിൽ പോയിട്ടേ ഒരു 1-2 കൊല്ലായി. ഇതുവരെ അവിടെ മറ്റേ പണം കഴിക്കുന്ന മരം ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഈ പ്രാവശ്യം ഞാൻ പോയിട്ടേ അതെവിടെയാന്ന് ഞാൻ അന്വേഷിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു തരാട്ടാ. ഒന്ന് പോയി അന്വേഷിക്കണേ. ശരി എന്നാ. അല്ല, വൈകിട്ട് വരാം. ഓ, അവിടെ ഒരു പട്ടാസ് ഗൾഫ് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. സാരി കൊണ്ടുവന്നില്ലോ. എന്തിനു കൊള്ള ഈ സാരി? കണ്ടാൽ തന്നെ അറിയാം വലിയൊന്നും ഇല്ലാത്തൊരു ലോക്കൽ സാരി. പിന്നെ അവൾക്ക് സാരി കിട്ടിയിട്ടാണ്.